ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആരാധന സമയം നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാലങ്ങളായി എൻ്റെ മേലുള്ള എല്ലാ പാപ തിന്മയുടെ മേഖലകളും, അതോടൊപ്പം തന്നെ എല്ലാ ശാപപീഠകളും, എല്ലാ രോഗപീഠകളും, എല്ലാ മരണത്തിൻ്റെ സ്വാധീനങ്ങളും ഭയങ്ങളും, എല്ലാ വേദനകളും യേശു കുരിശിൽ നമുക്ക് വേണ്ടി ഏറ്റുവാങ്ങി. ആ കുരിശു മരണത്താൽ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഈ മേഖലകളിൽ നീ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ ആദവും ഹവ്വായും പാപം ചെയ്തതോടുകൂടി അവരുടെ മേൽ കടന്നു വന്ന ഈ അടിസ്ഥാനപരമായിട്ടുള്ള 5 മേഖലകളിലെ തകർച്ചകൾ നിന്റെ ജീവിതത്തിൽ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടോ? എന്താണ് നിന്റെ അവസ്ഥ? ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക. ഏതെങ്കിലും തരത്തിലുള്ളൊരു പാപ വഴികളിൽ നീ കുടുങ്ങിക്കിടക്കുവാണോ? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഞാൻ രക്ഷപ്പെടത്തില്ല എന്ന്? എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഇത് വിധിയാണ് എന്നിങ്ങനെ നീ നിന്നോട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതാ നിനക്ക് വേണ്ടി കർത്താവ് വലിയൊരു സ്വാതന്ത്ര്യം നൽകുകയാണ്. ഇനിമേൽ നീ പാപത്തിന് അടിമയല്ല. യേശു നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചതോടുകൂടി നിന്റെ ജീവിതത്തിൽ നിനക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. ഓരോ വ്യക്തിയും ഇത് വിശ്വസിക്കണം. ഇനിമേൽ ഞാൻ പാപത്തിന് അടിമയല്ല. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇതിങ്ങനെ പലതവണ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവജനമേ, നിങ്ങൾ വിശ്വസിക്കുക. ഇതാ യേശു എനിക്ക് സൗജന്യ രക്ഷ നൽകുകയാണ്. ഇനി ഞാൻ പാപത്തിന് അടിമയല്ല. ഇനി ഞാൻ പാപത്തിന് അടിമയല്ല. കർത്താവെ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പാപത്തിന് എൻ്റെ മേൽ അധികാരമില്ല. കർത്താവെ, ഈ വലിയ കൃപ എൻ്റെ മേൽ സംഭവിക്കപ്പെടട്ടെ. അതോടൊപ്പം തന്നെ നീ വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഇനിമേലിൽ ഒരു തരത്തിലുള്ള ശാപപീഠകൾക്കും ഞാൻ അടിമയല്ല. എൻ്റെ വീട്, എൻ്റെ വ്യക്തിപരമായ ജീവിതം ഏതെങ്കിലും ഒരു ശാപപീഠയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ നീ വിശ്വസിക്കുക, ഒരു ശാപത്തിനും ഞാൻ ഇനിമേൽ അടിമയല്ല. കാരണം യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. യേശുവേ, ശാപത്തെ എന്നേക്കുമായിട്ട് ഗ്രസിച്ചവനെ, ഇതാ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കുരിശു മരണത്താൽ എന്നെ നേടിയല്ലോ. ആ നേട്ടത്തിൽ ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള രോഗപീഠകൾ, ശാരീരികവും മാനസികവുമായ രോഗപീഠകൾ നിന്നെ അലട്ടുന്നുണ്ടോ? നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇനിമേൽ ഒരു രോഗത്തിനും എൻ്റെ മേൽ അധികാരമില്ല. കാരണം ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. ഓ ദൈവജനമേ, വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ഇത് അനുഭവിക്കാൻ സാധിക്കും. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ മേൽ ഈ മേഖലകൾ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി നൽകും. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. മരണഭയമുള്ളവർ, മരണകരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും സംഭവങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവര്, ജീവിതത്തിൽ എൻ്റെ ജീവിതം ഇങ്ങനെയാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് സ്വയം മരണതുല്യമായി ജീവിക്കുന്നവർ, വിശ്വസിക്കുക, എന്നേക്കുമായി മരണത്തെ ഈ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റിയ ദൈവം, ഞാനാണ് പുനരുദ്ധാനവും ജീവനുമെന്ന് പഠിപ്പിച്ചവൻ. അവൻ ജീവിച്ചാലും മരിച്ചാലും യേശുവിനോട് കൂടെയാണ്. ഇതാ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം നിത്യം ജീവിക്കുന്നതാണ്. ഈ ഭൂമിയിൽ നമ്മുടെ ശരീരം മണ്ണിനോട് മണ്ണായിട്ട് തീർന്നാലും നിത്യം നിലനിൽക്കുന്ന ഒരു ജീവിതമുണ്ട്. അത് യേശുവിനോട് ചേർന്നാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് ഇതെന്നിൽ സംഭവിക്കട്ടെ. കർത്താവ് ഇതെന്നിൽ സംഭവിക്കട്ടെ. ഈ വചനത്തിൻ്റെ ശക്തി എൻ്റെ മേൽ സംഭവിക്കപ്പെടട്ടെ. മരണത്തെ എന്നേക്കുമായിട്ട് അവൻ ഗ്രസിച്ചു. ഞാനാണ് പുനരുദ്ധാനവും ജീവനും. വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഇതാ വചനം നൽകുന്ന 5ാമത്തെ വാഗ്ദാനം. നീ ഇന്ന് കടന്നു പോകുന്ന വേദന, ഞെരുക്കം ഏതു തന്നെയാണെങ്കിലും അതിൽ ആശ്വാസം കർത്താവ് നൽകുന്നു. അത് ആശ്വാസം നൽകുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ പ്രിയരെ, 2 കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ 5 മേഖലകൾ നീ ചിന്തിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദവും ഹവ്വായും ഏറ്റുവാങ്ങിയ 5 ശിക്ഷകൾ ഇതാ പുതിയ നിയമത്തിൽ 5 രക്ഷയായി മാറുകയാണ്. ഇതാ നിന്റെ ജീവിതത്തിൽ
എന്നേക്കുമായി പാപത്തിൽ നിന്നുള്ള വിടുതൽ, എന്നേക്കുമായിട്ട് രോഗത്തിൽ നിന്നുള്ള വിടുതൽ, എന്നേക്കുമായിട്ട് ശാപത്തിൽ നിന്നുള്ള വിടുതൽ, എന്നേക്കുമായിട്ട് മരണത്തിൽ നിന്നുള്ള വിടുതൽ, എന്നേക്കുമായിട്ട് വേദനയിൽ നിന്നുള്ള വിടുതൽ. ഓ കർത്താവ്, ഞാനിത് വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലും ഇത് സംഭവിക്കട്ടെ എന്ന് ഏറ്റെടുക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ഈ വിഷയങ്ങളിൽ ആരെങ്കിലും പെട്ടുകിടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സമയം എൻ്റെ കുടുംബത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും ഇത് സംഭവിക്കട്ടെ. രണ്ട് കരങ്ങളും തുടർന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കണം. തലയ്ക്ക് മുകളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട. കൈകൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നീ നിൽക്കുന്നത് കുരിശിലെ ഈശോയുടെ മുമ്പിലാണ്. യേശു നിനക്ക് വേണ്ടി മരിച്ചപ്പോൾ സാത്താനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി ഈ മരണത്തെയും ശാപത്തെയും രോഗത്തെയും മരണത്തെയും വേദനയും എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്തു. അവൻ്റെ മുറിവിനാൽ ഞാൻ സൗഖ്യപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവജനം ഇത് വിശ്വസിക്കുന്നു. യേശു എന്നെ രക്ഷിച്ചിരിക്കുന്നു, യേശു എന്നെ നേടിയിരിക്കുന്നു. ഇനി ഞാൻ സാത്താൻ്റെ അടിമയല്ല, ഇനി ഞാൻ ലോകത്തിൻ്റെ തിന്മയ്ക്ക് അടിമയല്ല, ഞാൻ പാപത്തിന് അടിമയല്ല, ഞാൻ രോഗത്തിന് അടിമയല്ല, ഞാൻ മരണത്തിന് അടിമയല്ല, ഞാൻ ശാപത്തിന് അടിമയല്ല, ഞാൻ വേദനയ്ക്ക് അടിമയല്ല. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. കരങ്ങൾ ഉയർത്തി ദൈവജനം ഒരുമിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. നന്നായിട്ട് സ്തുതിച്ചാ പോരാ, 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 പോരാ. ആവുന്നതൊന്ന് സ്തുതിച്ചേ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. ദൈവമേ, അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. നന്നായിട്ട് സ്തുതിച്ചേ. Yes, the mighty power, the mighty anointing ദൈവമക്കളിലേക്ക് സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് സംഭവിക്കട്ടെ. കെട്ടുകൾ അഴിയപ്പെടട്ടെ, തിന്മയുടെ ഭാരങ്ങൾ അഴിയപ്പെടട്ടെ, ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയേ, ആരാധന, 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 ആരാധന. കൈകളടിച്ച് ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. യെസ്, ആമേൻ. യെസ്, എന്റെ മേൽ സംഭവിക്കുന്നു. യേശുവേ, ശക്തിയോടെ കൈകരങ്ങളടിച്ച് എന്റെ കൃപ നിനക്കു മതി. ആമേൻ. കർത്താവിൻ തിരുവചനം എന്റെ കൃപ മാത്രം മതി. കർത്താവിന്റെ തിരുവചനം എന്റെ കൃപയാണ്. എന്റെ കൃപ നിനക്കു മതി. കർത്താവിൻ തിരുവചനം. ആമേൻ, ആമേൻ. യേശുവേ, അനശ്വരമായ വചനമതീകി അഭിഷയമായി നടത്തിയിടുന്നു. കരങ്ങൾ ഉയർത്തി കൃപയാലേ, ആമേൻ. കൃപയാലേ, കൃപയാൽ അനുദിനവും പഠിക്കേ. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. ആമേൻ. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. യേശുവേ, രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച്. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. കർത്താവിന്റെ കാരുണ്യം നിന്റെ മേൽ അനുഗ്രഹമായിട്ട് മാറട്ടെ. നിന്നെ ഭാരപ്പെടുന്ന എല്ലാ രോഗങ്ങളും പീഡകളും കർത്താവ് എടുത്തു മാറ്റട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഭരിക്കുന്നു. ഈശോ നിന്നെ ഇടപെടുന്നു. പുതിയ അഭിഷേകം നിനക്ക് ചൊരിയുന്നു. കർത്താവിന്റെ കൃപ അനേകരെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. എലിസബത്ത് എന്ന പേരുള്ള ഒരു സ്ത്രീയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം അനേകരിൽ വെളിപ്പെടുന്നു. നീ ഇനി ശാപത്തിന് വിളിക്കപ്പെട്ടവനല്ല എന്ന് യേശു പറയുന്നു. നീ ഭാരപ്പെടേണ്ട. നാളുകളായി ഒരു വരുമാന മാർഗം അടഞ്ഞു പോയതിനു ശേഷം പല കാര്യങ്ങളും ചെയ്തിട്ട് അത് മെച്ചപ്പെടാത്തതിൻ്റെ പേരിൽ ഭാരപ്പെട്ട്
എൻ്റെ ജീവിതത്തിൻ്റെ വിധിയാണല്ലോ എന്ന് കരുതി പ്രാർത്ഥിക്കുന്ന സഹോദരാ, കർത്താവ് സഹോദരനോട് പറയുന്നു, നീ ഇങ്ങനെ ഈ ഭാരത്തിൽ കഴിയേണ്ട ഒരു വ്യക്തിയല്ല. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഞാൻ ചെറുപ്പകാലം മുതൽ രോഗിയാണ്. എൻ്റെ ജീവിതം എന്നും ഇങ്ങനെ രോഗാവസ്ഥയിൽ കഴിയാനാണ് വിധി എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സഹോദരി, കർത്താവ് പറയുന്നു, ഇത്രത്തോളം നിന്നെ നടത്തി ദൈവം ഇനിയും നടത്തും എന്ന് മാത്രമല്ല, നീ ഇങ്ങനെ ഭാരത്തിൽ കഴിയേണ്ട ഒരു വ്യക്തിയല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. റാണി എന്നുള്ള ഒരു പേര് കൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ബിസിനസ് തുടങ്ങി, ഇപ്പോൾ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. വലിയൊരു ഭാരം, എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുടുംബമേ, ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഈ പറഞ്ഞ വചനങ്ങളും പാടിയ പ്രാർത്ഥനകളൊക്കെ നിന്റെ തലയ്ക്ക് മുകളിൽ ഒരു അനുഗ്രഹമാണ്. ഈ നാളുകളിൽ നന്നായി പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കാൻ കർത്താവ് ഈ ഞെരുക്കത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ കടന്നു പോകുന്ന അവസ്ഥയുള്ളവര് ഒന്നല്ല, അനേകരുണ്ട്. കർത്താവ് പറയുന്നു, ഈ ഞെരുക്കത്തിൽ നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് നിന്നിൽ അത്ഭുതകരമായി ഇടപെടുന്നു. വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം. ഭാരപ്പെടേണ്ട. നാളുകൾക്ക് മുമ്പുണ്ടായ ഒരു അബദ്ധം ഇന്ന് തലയ്ക്ക് മുകളിൽ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ വന്നു നിൽക്കുന്നു. നാളുകൾക്ക് മുമ്പുണ്ടായ ഒരു അബദ്ധം, ഇത് ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോടാണ് പറയുന്നത്. നാളുകൾക്ക് മുമ്പുണ്ടായ ഒരു അബദ്ധം ഇന്ന് പേടിപ്പെടുത്തുന്ന തരത്തിൽ തലയ്ക്ക് മുകളിൽ ഒരു വാള് പോലെ തൂങ്ങിക്കിടക്കുന്നു. വലിയ വിഷമത്തിലാണ്. ഈശോയിൽ ആശ്രയിക്കും തോറും ആ ഭാരം മാറും. നിന്നോട് കർത്താവ് കരുണ കാണിക്കുന്നു. കർത്താവ് വലിയവനാണ്. നീ സമയം പ്രാർത്ഥിക്കേണ്ടത്, അന്ന് നിന്റെ ജീവിതത്തിൽ നീ മൂലമുണ്ടായ ദുഃഖം സഹിച്ച ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. ഉദര സംബന്ധമായി അസ്വസ്ഥത അനുഭവപ്പെടുന്ന സഹോദരി, കർത്താവ് ഈ ആരാധന സമയം നിന്നെ തൊടുന്നു. ഒരടയാളം നൽകിയാണ് അനുഗ്രഹിക്കുന്നത്. കർത്താവിന് നന്ദി പറയുക. ഈശോ നിന്നിൽ പ്രവർത്തിക്കുന്നു. പല നാളുകളായി വിവാഹ ആലോചനകൾ നടത്തി ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. വിഷമിക്കേണ്ടെന്ന്, നിന്റെ കണ്ണുനീര് കർത്താവ് കാണുന്നു. ഒരു വഴി ദൈവം തുറക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ചില വൈകല്യങ്ങൾ ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞതിനെ ഓർത്തുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ദമ്പതികളെ, കർത്താവ് പറയുന്നു, ഉദരഫലം തമ്പുരാന്റെ സമ്മാനമാണ്. നീ വിഷമിക്കണ്ട. ദൈവം തരുന്നത് നന്മയ്ക്കായിട്ടായിരിക്കും. അത് നിനക്ക് അനുഗ്രഹമായിട്ടാണ്. നീ ഈ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടണ്ട. രാജു എന്ന് പേരുള്ള മറ്റൊരു സഹോദരൻ ഇവിടെ ഇല്ല, ഓൺലൈനിൽ പങ്കെടുക്കുവാണ്. കർത്താവ് ആ മകന്റെ പേര് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. നാളുകളായിട്ട് ആ മകന്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ പേര് വിളിച്ച് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമോ? ഇതാ കർത്താവ് പേര് വിളിച്ച് സഹോദരനെ അനുഗ്രഹിക്കുന്നു. സഹോദരനോട് കർത്താവിന് സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. പ്രാർത്ഥിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വ്യത്യസ്ത തലങ്ങളിൽ അനുഗ്രഹിക്കുകയാണ്. മുട്ടുകുത്തിക്ക്, കരങ്ങൾ കൂപ്പിക്ക്, ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വരുന്ന ഈ ഞായറാഴ്ചയല്ല, അടുത്ത ഞായറാഴ്ച മുതൽ, ഈ ഞായറാഴ്ച മുതൽ, ഓശാന ഞായറാഴ്ച മുതൽ നമ്മുടെ ധ്യാന മന്ദിരത്തിൽ പ്രത്യേക പീഡാനുഭവ ധ്യാനം. പെസഹ ബുധനാഴ്ച വരെയാണ്. പെസഹ വ്യാഴാഴ്ച വീട്ടിൽ പോയി അപ്പം മുറിക്കണം. അപ്പോൾ പെസഹ ബുധനാഴ്ച വരെ ഇവിടെ ഒരു ധ്യാനം. ഞായറാഴ്ച വൈകുന്നേരം തുടങ്ങി തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച ഉച്ചയ്ക്ക് അവസാനിക്കും. നല്ലൊരു സമയമാണ്. സാധിക്കുന്നവരൊക്കെ വന്ന് പങ്കെടുക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ പീഡാനുഭവ ധ്യാനം എന്ന് പറഞ്ഞ പാഷൻ റിട്രീറ്റ്, യേശുവിൻ്റെ സഹന മരണങ്ങളെ ധ്യാനിക്കാനുള്ള ഒരു സമയം. ഒരുപക്ഷെ ചിലരൊക്കെ നല്ലപോലെ നോമ്പെടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് വിജയിച്ചില്ല. വിഷമിക്കേണ്ട, നീ ധ്യാനത്തിന് വന്ന് പങ്കെടുക്കും. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് ഇടപെടും. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കാരുണ്യം നിറയണം. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥന ഇന്ന് മുതൽ നമ്മുടെ ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ ദേവാലയത്തിൽ 4 ദിവസത്തെ
വലിയൊരു ധ്യാനം ആരംഭിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ആരംഭിക്കും. 4 ദിവസം, ഇന്ന് മുതൽ തുടങ്ങി ശനിയാഴ്ച വരെ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ ദേവാലയം, കർത്താവ് ആ ദേശത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. കർത്താവിൻ്റെ വലിയ കാരുണ്യം നിറയട്ടെ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവെ എന്നും അനുഗ്രഹമായിട്ട് മാറട്ടെ. ആഗ്രഹിച്ച് നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ